അല്ല, അവർക്കൊക്കെ ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെയും സ്വന്തം താല്പര്യങ്ങൾ ഉണ്ട്. പ്രൊഫസർ പി ജയകുര്യനായാലും കെ സുധാകരനായാലും അവർക്കൊക്കെയും താല്പര്യങ്ങളുണ്ട്. കെ സുധാകരൻ ഇവിടെ കേരളത്തിലേക്ക് മത്സരിച്ച് തന്നെ വെറുതെ MLA ഇരിക്കലൊന്നുമല്ല. മുഖ്യമന്ത്രിയായിട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അതിൻ്റെ ശ്രമം നടത്താൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം മത്സരിക്കാൻ ഒരുങ്ങിയത്. ഇതൊന്നും നമ്മുടെ അടുത്ത് മാധ്യമപ്രവർത്തകരുടെ അടുത്തൊന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം സീനിയർ നേതാവാണ്, മുൻ KPCC അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ അകത്ത് നിർണായകമായൊരു സ്വാധീനമുണ്ട്. ആ സ്വാധീനമൊക്കെ വെച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും ഒരു കുറ്റമൊന്നുമല്ല, ഒരു തെറ്റുമൊന്നുമല്ല. കേരളത്തിൽ MLA ആകുന്ന ഒരാൾക്കും ആർക്കും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കാവുന്നതാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് പിന്തുണ വേണം. പാർട്ടിക്കകത്ത് പാർട്ടി അംഗങ്ങൾ, പാർട്ടി MLA-മാരുടെ പിന്തുണ ഒക്കെ ഉറപ്പിക്കണം, അത് കാര്യം വേറെ. പക്ഷേ ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. സ്വാഭാവികമായിട്ടും ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. കേരളത്തിൻ്റെ ഒരു കീഴ്വഴക്കം, സ്വാഭാവികമായ ഒരു കീഴ്വഴക്കം. കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അത് നമ്മളൊക്കെ പറഞ്ഞിരുന്നതാണ്. ഞാനൊക്കെ പ്രത്യേകം പിന്നെയും പറഞ്ഞിരുന്നതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും. നമ്മളങ്ങനെയാണ് കണ്ടത്, അദ്ദേഹം അങ്ങനെ തന്നെ കണ്ടു. അങ്ങനെ കോൺഗ്രസിൻ്റെ അകത്ത് അദ്ദേഹം അങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് എണ്ണപ്പെട്ടു. രേണു, അതിന് സംശയമൊന്നുമില്ല. ആ സമയത്ത് തർക്കവും ഉണ്ടാകുമായിരുന്നുമില്ല. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി അപ്രതീക്ഷിതമായിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ സ്ഥാനം ഇല്ല അദ്ദേഹത്തിന്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പരാജയപ്പെട്ട ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മാറേണ്ടി വന്നു. പിന്നീട് ഇവിടെ VD സതീശൻ പ്രതിപക്ഷ നേതാവായി. ഇപ്പോഴത്തെ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കേരള നിയമസഭയിൽ ഭരണപക്ഷത്തോട് നേരിട്ട് എതിർത്ത് നിൽക്കുന്ന, മുഖ്യമന്ത്രിയോട് മുഖത്തോട് മുഖം നോക്കി നിന്ന് എതിർക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് പ്രതിപക്ഷ നേതാവ്. ആ നിലയ്ക്ക് മാത്രമല്ല, പ്രതിപക്ഷ മുന്നണിയുടെ ചെയർമാനും കൂടിയാണ്. അതുകൊണ്ട് മുന്നണിയുടെ നേതാവ്